അപ്പം ഞാനിരുന്ന് ഈ ആംഗ്യം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനൊന്ന് ഡൈക്കറ്റ് സ്മാർട്ട് വരെ പോയി എൻ്റെ പട്ടിഷ കാണുന്നത്. കുറേ നാളത്തെ എൻ്റെ വിഷ് ലിസ്റ്റ് ആയിരുന്നു ഗൈസ് ഈ ഡൈക്കറ്റ് സ്മാർട്ടിലൊന്ന് പോകണം. വെറുതെ കണ്ടിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് പോയാൽ ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ മനസ്സിൽ ക്യൂട്ട് ഐറ്റംസ് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ വെള്ളമിറക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ആദ്യം ഒരു നോട്ട് പാഡ് ആയിരുന്നു വാങ്ങിയത്. അത് റൂൾഡ് ആയിരുന്നു. പിന്നെ നിറയെ കോഡ്സ് വരുന്ന ഒരു 5 ഷീറ്റിന്റെ സ്റ്റിക്കേഴ്സ്. ഈ സ്റ്റിക്കേഴ്സിന്റെ പുറകിലായിട്ട് നമുക്ക് എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ വീണ്ടും ഒരു സ്റ്റിക്കർ കൂടെ എടുത്തു. ആ സ്റ്റിക്കറിൽ നമുക്ക് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലായിരുന്നു. അത് ഞാൻ വീട്ടിൽ വന്ന് തുറന്നു നോക്കിയപ്പോഴാണ് ഞാൻ ആ ചതി മനസ്സിലാക്കി. അത് ഫുള്ള് സെയിം സ്റ്റിക്കേഴ്സ്. പിന്നെ ഞാനത് അവിടെ ഇവിടെയൊക്കെ വാരി ഒട്ടിച്ച് ഞാൻ സമാധാനിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കട്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ഷാർപ്നർ വേണം. ഇതിന് നമുക്ക് പെൻസിലൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റൊക്കെ അതിനുള്ളിൽ തന്നെ കിടന്നു. എന്നെപ്പോലെ മടി പിടിച്ച ആൾക്കാർക്ക് പറ്റിയൊരു സാധനമാണിത്. പിന്നെ വേണ്ടപ്പോൾ ടൈമുള്ളപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കതെടുത്ത് കളയുന്നില്ല. ഇത് ഞാനൊന്ന് വാങ്ങി. പിന്നെ ഇതുപോലത്തെ ഒരു ഐറ്റം എൻ്റെ കയ്യിൽ കുഞ്ഞിലെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നോസ്റ്റാൾജിക്. പിന്നെ ഇത് മിക്ക ആൾക്കാർ കുഞ്ഞിലെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് പല പല കളേഴ്സ് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഈ ഒരു കുഞ്ഞു പെൻ ഇഷ്ടപ്പെട്ടു. കാരണം കയ്യിൽ പിടിക്കുമ്പോഴേ നമുക്കൊരു കംഫർട്ട് ഫീൽ. അപ്പം ഞാൻ ഇത്രയും സാധനങ്ങളൊക്കെ ആയിരുന്നു വാങ്ങിയത്. ഇതൊക്കെ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യങ്ങളായിരുന്നു. ക്യൂട്ട് ഐറ്റംസ് ഒക്കെ വാങ്ങണമെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നിറയെ സാധനങ്ങളൊക്കെ വാങ്ങും. എൻ്റെ കയ്യിൽ ഇപ്പം ഫണ്ടില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം എനിക്ക് വേണ്ട സാധനങ്ങൾ മാത്രമാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.